ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഞാൻ നമ്മുടെ ആ 5K ഗിവേയിലേക്ക് ആഡ് ചെയ്യാണ്. വിച്ച് മീൻസ് നിങ്ങളെ സംബന്ധിച്ച് ഇരട്ടി ചാൻസസ് ആണ് ഇപ്പോൾ വിൻ ചെയ്യാൻ. ഹലോ, ഞാനിപ്പോൾ നാട്ടിലല്ല ഉള്ളത്. ഞാനിപ്പം കാനഡയിലെ ടൊറന്റോ എന്ന സിറ്റിയിലാണ്. ഞാനിവിടെ എത്തിയിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളോടൊന്ന് പേഴ്സണലി താങ്ക് ചെയ്യാനാണ്. കാരണം നമ്മുടെ ചാനലിലൊരു വീഡിയോ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 months മേലെയായി. അപ്പോൾ എന്നിട്ടും ഈ വീഡിയോ വരുമ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടും ഈ ചാനലിനോടും ഒക്കെ കാണിക്കുന്ന ആ സ്നേഹത്തിന് പേഴ്സണലി ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് ആക്ച്വലി കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നതും. വീഡിയോസ് നിർത്തിയിട്ടൊന്നുമില്ല, നമ്മൾ കൂടുതൽ വീഡിയോസ് ഉണ്ട്. ചെറിയൊരു ബ്രേക്ക് വന്നതേ ഉള്ളൂ. ഒരുപാട് നല്ല കോണ്ടന്റ് ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും ഒക്കെയുള്ള ഒരുപാട് കോണ്ടന്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ളൊരു താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. എല്ലാവർക്കും ജോയിന്റോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾമോസ്റ്റ് ഈ 2 മാസത്തെ സോഷ്യൽ മീഡിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്ത് ടോപ്പിക്കാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ സിനാരിയോയിൽ നമ്മൾ കൺസേൺഡ് ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയൊരു ഫെയിലിയർ നമ്മുടെ ലൈഫിൽ സംഭവിച്ചേക്കാം. അപ്പൊ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗിവ് അവേ നമ്മൾ വിട്ട് കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ 5K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസമുള്ളൊരു ഗിവ് അവേ ഇപ്പോഴും ഓണാണ്. മാത്രമല്ല അതിനൊരു പുതിയ എക്സൈറ്റിംഗ് ന്യൂസ് കൂടി ഉണ്ട്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഞാൻ നമ്മുടെ ആ 5K ഗിവേയിലേക്ക് ആഡ് ചെയ്യാണ്. വിച്ച് മീൻസ് നിങ്ങളെ സംബന്ധിച്ച് ഇരട്ടി ചാൻസസ് ആണ് ഇപ്പോൾ വിൻ ചെയ്യാൻ. അതായത് നമുക്ക് മുമ്പൊരു മൊബൈൽ ഗിംബൽ മാത്രമായിരുന്നു നമ്മുടെ 5K സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി. എന്താണ് ആ പ്രൊഡക്റ്റ് എന്ന് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി നമ്മൾ 5K ഗിവേയിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ചാൻസ് കൂടെ കൂടുകയാണ് നിങ്ങൾക്കത് വിൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഗിവേയുടെ പുതിയ വീഡിയോ ഉടനെ തന്നെ വരും. അപ്പോൾ ആരും പേടിക്കേണ്ട. നമ്മുടെ ഗിവേ ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. നമ്മുടെ ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും അടുത്ത ഈ പുതിയ ഗിഫ്റ്റോടെ വന്നു കഴിയുമ്പോഴും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പുതിയ ആൾക്കാർക്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഗിവേയുടെ പുതിയ വീഡിയോയിൽ വരും. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ 5K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗിവ് അവേ ഓൺ തന്നെയാണ്. ആരും പേടിക്കേണ്ട, അത് ഉടനെ തന്നെ വരും. ഓക്കെ, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കൂടി തുടങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടാവും. ഇതിലൂടെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിലെ സന്തോഷകരമായ നിമിഷങ്ങളും അല്ലെങ്കിൽ ഫണ്ണി മൊമെന്റ്സും അവരുടെ ലൈഫിലുള്ള ജോയും അഡ്വഞ്ചറും ഒക്കെ നമ്മളിങ്ങനെ ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ ഈ ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ചെറിയ ഫൺ ഹാപ്പി മൊമെന്റ്സ് ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം തരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ മണിക്കൂറുകളോളം നമ്മുടെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ ഇതിനൊരു കുഴപ്പം, നമ്മുടെ ഈ സ്ക്രോളിംഗ് കഴിഞ്ഞ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസേജ് കഴിഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തോ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഒരു ഡ്രഗ് യൂസ് ചെയ്ത ഒരാൾ ആ ഡ്രഗ് ലഭിക്കാതെ വരുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് പോലെ എന്തോ ഒരു മിസ്സിംഗ് ഫീലിംഗ്, ഒരു സാഡ്നെസ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നു. കമ്പാരിസൺ ആണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് നമ്മുടെ ലൈഫ് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള 3-4 ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെമ്പാടുമുള്ള ആൾക്കാരുമായി നമ്മുടെ ലൈഫിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അത് സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. ഇതിന്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ്, അത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ ആപ്പ് ആണെങ്കിലും നമ്മളെ ആ ആപ്പിൽ തന്നെ നിലനിർത്താനാണ് അവർ ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് നൽകുന്നത്. അത് നമ്മളൊരു നെറ്റ്ഫ്ലിക്സ് ഒരു വീഡിയോ കാണാൻ നമ്മൾ ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സോ ഒക്കെ എടുത്താലും ഒരു വീഡിയോ കണ്ട ആൾക്ക് നമുക്ക് മറ്റൊരു വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ യൂട്യൂബിലെ റെക്കമെൻഡേഷൻസ് പോലെ നിങ്ങളെ അവരുടെ ആപ്പിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് അവരുടെയും ഉദ്ദേശം. പക്ഷെ ഇതിലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ക്യാമറ മേടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും യൂട്യൂബിലൊക്കെ പോയി ഏറ്റവും നല്ല ക്യാമറാസ് ഏതാണ് കമ്പാരിസൺസ് ഒക്കെ നോക്കി നമ്മൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു ക്യാമറ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യും അല്ലേ. അങ്ങനെ ഞാൻ കാനൺ എന്നൊരു പർട്ടിക്കുലർ ബ്രാൻഡിലേക്ക് എത്തി എന്നും വിചാരിക്കാം. അതുകൊണ്ട് തന്നെ കാനണിന്റെ ആ ക്യാമറയുടെ കൂടുതൽ വീഡിയോസോ എന്തെങ്കിലും ഞാൻ വീണ്ടും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇതുവഴി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ചെറിയ പ്രിഫറൻസിനെ മാക്സിമം യൂസ് ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ട്രൈ ചെയ്യുന്നത്.
നമുക്ക് കാനനോട് തോന്നിയ ആ ഒരു ചെറിയ ഇഷ്ടം അത് മാക്സിമം യൂസ് ചെയ്യാൻ അവർ നമ്മളിലേക്ക് കൂടുതൽ കാനൺ വീഡിയോസ് എത്തിക്കും. അതുപോലെ കാനന്റെ കൂടുതൽ ആഡ്സ് നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾക്ക് തോന്നിയ ഒരു ചെറിയ ഇഷ്ടത്തിൽ നിന്നും ഒരു ബ്രാൻഡിന്റെ വലിയൊരു അംബാസിഡറായി നമ്മൾ തന്നെ മാറുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. കാനൺ ആണ് ബെറ്റർ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരുപാട് കോണ്ടന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നമ്മളിലേക്ക് എന്നും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോണിയാണ് ബെറ്റർ എന്ന് വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ പ്രിഫറൻസിൽ നിന്നും എങ്ങനെയാണ് ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പോലെ നമുക്ക് നമ്മളെ ഒരു വളരെ സ്ട്രോങ് പ്രിഫറൻസ് ഉള്ള ആളാക്കി മാറ്റാനും ഒരു ഒപ്പീനിയറ്റഡ് പേഴ്സൺ ആക്കി മാറ്റാനും സോഷ്യൽ മീഡിയ ട്രൈ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ഒരു ബ്രാൻഡിന്റെ കാര്യത്തിലാകുമ്പോൾ ഇത് വലിയൊരു പ്രോബ്ലം ആണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ അതേസമയം ഇതേ കാര്യങ്ങൾ തന്നെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വന്നാൽ ആലോചിച്ച് നോക്കൂ. വളരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി നടത്തുന്ന സമരത്തിനെതിരെയും അല്ലെങ്കിൽ ആ സമരത്തിനെ സപ്പോർട്ട് ചെയ്തും ഇന്ന് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പലരും പറയുന്നത് കേൾക്കാൻ സാധിക്കാറുണ്ട്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിഫറൻസ് ഏതാണെന്ന് മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയ ആ തരത്തിലുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് മറ്റേ സൈഡ് കാണാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ധ്രുവീകരണം, അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുകയും അതിൽ മാത്രം നമ്മൾ തർക്കിക്കുകയും ചെയ്യുന്നതിനാണ് വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയാം. അപ്പോൾ പൊളിറ്റിക്സിലും സോഷ്യൽ സിറ്റുവേഷൻസിലും ഒക്കെ ഇതുപോലെ തന്നെ വന്നാൽ അത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഒരുപാട് നമ്മൾ റിസീവ് ചെയ്യുന്നത് വഴി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സാഡ്നെസ് ഒരു പോയിന്റും, അതുപോലെ തന്നെ നമ്മൾ വളരെ ഒപ്പീനിയറ്റഡ് ആവുന്നു അല്ലെങ്കിൽ വളരെ പോളറൈസ്ഡ് ആവുന്നു, ഒരു കാര്യം മാത്രം നമ്മൾ കാണുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി അതുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യമാണ് മൂന്നാമത്തേത്. ഒരു ഫോൾസ് സെൻസ് ഓഫ് കോൺഫിഡൻസ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ മാത്രമുള്ള ഇൻഫർമേഷൻ. നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായി അറിയാം എന്നുള്ള തെറ്റായ ധാരണ നമുക്കുണ്ടാകുന്നു. കാരണം അതിന്റെ ഒരുപാട് ഇൻഫർമേഷനും വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയ നമ്മളിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഒരു ഫോൾസ് സെൻസ് ഓഫ് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് പല കാര്യങ്ങളും സൊസൈറ്റി സംഭവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അതിലൊരു എക്സ്പേർട്ടായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്, അല്ലെ? മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും സോഷ്യൽ മീഡിയ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് പോലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന അതേ തരത്തിലുള്ള ആൾക്കാരെയാണ്. അതായത് ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഇടയിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ടോപ്പിക് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സൈഡാണ് ശരി എന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുകയും മറ്റൊരാളുടെ സൈഡ് നമുക്ക് കാണാൻ സാധിക്കാതെ പോയും നമ്മൾ അതിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്നു. ഇത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കാറുണ്ട്, അല്ലെ? രണ്ട് പക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്ന കൂട്ടരാണ് നമ്മൾ എന്നും കാണുന്നത്. കാരണം നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്ന സൈഡിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ പോളറൈസേഷൻ, ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് രീതികളിലൂടെ നമുക്ക് വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഐസൊലേഷൻ. നമ്മൾ നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യാണ് സത്യത്തിൽ ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവരെ കൊണ്ടുള്ള ആവശ്യങ്ങൾ സത്യത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് സാധനങ്ങൾ മേടിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയുന്നതും ഈവൻ നമുക്കൊരു ഒരു വഴി ചോദിക്കുന്നത് പോലും നമ്മുടെ ആപ്പുകളോടാണ്, അല്ലെ? നമ്മൾ മറ്റൊരാളോട് നമുക്ക് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതുവഴി നമ്മൾ നമ്മളെ തന്നെ വളരെ ഐസൊലേറ്റ് ചെയ്യുകയും മറ്റുള്ളവരുമായി നമ്മുടെ പേഴ്സണൽ കണക്ഷൻസ് വളരെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പകരം അവരുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഹൈലൈറ്റ്സ് കാണാനാണ് നമുക്ക് ആഗ്രഹം. നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള സംഭവങ്ങളിൽ കൂടെ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിയ ശേഷം എത്രയോ പേരുടെയാണ് ഡെയിലി ഉണ്ടായിരുന്ന കോളുകളോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനോടുള്ള ഒരു ശബ്ദം കൊണ്ടുള്ള സംസാരം തന്നെ ഇല്ലാണ്ടായി പോയത്, അല്ലെ? ഇതുപോലെ തന്നെയാണ് വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ചാറ്റിംഗ് ആപ്സായ വാട്സപ്പിലൊക്കെ കണ്ടുവരുന്ന ആ 2x സ്പീഡിലുള്ള വോയിസ് മെസ്സേജ്. നമ്മൾ കാണുന്ന കോണ്ടന്റിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് 1.25ലോ 1.5ലോ ഈവൻ 2xലോ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കേൾക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശീലമായി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബോറിംഗ് ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടിരുന്ന് പതിയെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നമുക്ക് 2x സ്പീഡിലാണ് ഇത് കാര്യങ്ങൾ ലഭിക്കുന്നത്, അല്ലെ? കൂടുതൽ ഇൻഫർമേഷൻ കുറവ് സമയം കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാതെ വരുമ്പോൾ റിയൽ ലൈഫ് റിലേഷൻഷിപ്സ് വളരെ ബോറിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സ്ട്രീം സിനാരിയോസിനെ പറ്റിയാണ് ഞാൻ ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് സോഷ്യൽ മീഡിയ എല്ലാം ഭയങ്കര മോശമാണ് എന്നൊന്നും അല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടെക്നോളജിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല. പകരം ഇതിന്റെ ഒരു റൈറ്റ് ബാലൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്.
പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ മറ്റുള്ളവരുടെ ലൈഫിന്റെ ആ ഹൈലൈറ്റ്സ് കണ്ടിട്ട് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ആ സങ്കടം അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ, ആ ഡിപ്രഷൻ ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ മാത്രം പ്രോബ്ലം അല്ല എന്ന് തിരിച്ചറിയുക. അതേപോലെ നമുക്കുണ്ടാകുന്ന ഒപ്പീനിയൻസ്, അത് നമ്മുടെ ഒപ്പീനിയൻ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാതെ മറ്റൊരു സൈഡിന് കൂടി ചാൻസ് ഉണ്ട് എന്നുള്ള ഓപ്പൺ മെന്റാലിറ്റി എല്ലാ കാര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്യണം. എൻ്റെ വീഡിയോസിലും ഞാൻ ഇനി ട്രൈ ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും. വളരെ ഒപ്പീനിയനേറ്റഡ് അല്ലാതെ അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട് ഉള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് നൽകാതെ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡും മാക്സിമം കാണാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ട്രൈ ചെയ്യും. ഇനി ഇതൊക്കെ പറഞ്ഞു വെച്ച് നമ്മുടെ വീഡിയോസ് ആരും കാണാതെ വീഡിയോസ് ഇപ്പം തന്നെ നിർത്തി വിട്ട് പോയിട്ട് നമുക്ക് പണി തരരുത്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം എനിക്ക് തരികയും വേണം. കാരണം എൻ്റെ ലൈഫിൻ്റെ ഒരു ഇന്റഗ്രേറ്റഡ് പാർട്ടായിട്ട് ഈ വീഡിയോസ് മാറിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മാത്രം ഒപ്പീനിയൻ നിങ്ങളിലേക്ക് കുത്തിവെക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ നൽകില്ല എന്ന ഉറപ്പോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ thank you so much for watching. I'm focused. I've been watching for the omens. I've been listening to everything you said. It's been running through my head, locked and loaded. I got the feeling that you know